ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 9, ശ്ലോക 4. തതഃ സകലനാളികാ വിവരമാർഗഗഃ മാർഗയൻ പ്രയസ്യ ശതവത്സരം കിമപി ന ഏവ സംദൃഷ്ടവാൻ നിവൃത്യ കമലോദരേ സുഖനിഷണ്ണ് ഏകാഗ്രധീഃ സമാധിബലം ആദദേ ഭവദനുഗ്രഹ ഏകാഗ്രഹീ. തതഃ അനന്തരം സകല എല്ലാ നാളിക ദ്വാരങ്ങൾ വിവര വഴിക്ക് മാർഗഗഹ ബ്രഹ്മാവ് മാർഗയൻ അന്വേഷിച്ചു പ്രയസ്യ പ്രയാസപ്പെട്ടുകൊണ്ട് ശതവത്സരം 100 വർഷക്കാലം കിം ഇങ്ങനെ അപി അപ്പോൾ ന ഇല്ലാത്തത് ഏവ ഒന്നും സംദൃഷ്ടവാൻ കാണപ്പെട്ടു നിവൃത്യ നിവൃത്തി അല്ലാത്തത് കമലോദരെ താമരത്തണ്ടിൽ സുഖ നിഷണ്ണഹ സുഖമായി സ്ഥിതി ഉറപ്പിച്ചുകൊണ്ട് ഏകാഗ്രദീഹി ബുദ്ധിയെ ഏകാഗ്രമാക്കിക്കൊണ്ട് സമാധിബലം ഉറച്ച സമാധി അവസ്ഥ ആദദേ കൈകൊണ്ടു ഭവത് അനുഗ്രഹ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി ഏകാഗ്രഹി ഏഗ്രമായി ആഗ്രഹിച്ചുകൊണ്ട്. ഈ ദശകത്തിൽ ബ്രഹ്മാവിന്റെ തപസ്സും ലോകസൃഷ്ടിയെയും കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഈ ശ്ലോകത്തിൽ ആ ബ്രഹ്മാവ് അങ്ങനെ താമരത്തണ്ടിന്റെ ആ ദ്വാരത്തിലൂടെ ഇത് എവിടെ നിന്നാണ് ആരംഭിച്ചതെന്ന് കാണുവാൻ വേണ്ടി അതിലൂടെ ഇങ്ങനെ വളരെ ആകാംക്ഷയോടെ പോകുന്ന സമയത്ത് എല്ലാ ദ്വാരങ്ങളെയും കാണുകയും ആ എല്ലാ ദ്വാരങ്ങളിലൂടെ സഞ്ചരിക്കുകയും ചെയ്തു. അങ്ങനെ ആ ബ്രഹ്മാവ് വളരെ പ്രയാസപ്പെട്ട് അന്വേഷിച്ചു നോക്കിയിരുന്നിട്ടും പല കാലങ്ങൾ കഴിഞ്ഞു. അങ്ങനെ 100 വർഷക്കാലം ഓരോ ദ്വാരങ്ങളിലൂടെ പോയി ഒന്നും കാണുവാൻ സാധിച്ചില്ല. ആ ബ്രഹ്മാവിന്റെ മനസ്സിലെ ആ ചോദ്യങ്ങൾക്ക് മുഴുവനായി ഉത്തരം കണ്ടെത്തുവാൻ സാധിച്ചില്ല. അപ്പോൾ ആ ഒരു നിവൃത്തിയില്ലാതെ തിരിച്ച് വരുവാൻ ബ്രഹ്മാവ് തീരുമാനിക്കുന്നു. ആ താമരത്തണ്ടാണെങ്കിൽ സുഖമായി ആ ഒരു സ്ഥിതിയെ അങ്ങ് പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെ ആ ബ്രഹ്മാവ് തൻ്റെ ബുദ്ധിയെ ഏകാഗ്രമാക്കിക്കൊണ്ട് ഉറച്ച സമാധി അവസ്ഥയെ പ്രാപിക്കുകയും ആ ഭഗവാന്റെ അനുഗ്രഹത്തിനായി മനസ്സുകൊണ്ട് ഏകാഗ്രമായി ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ ആ തപസ്സിലൂടെ തൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരത്തിനായി കാത്തിരിക്കുകയും ചെയ്യുന്നതാണ് ഈ ശ്ലോകത്തിലെ അർത്ഥം. തതഃ സകലനാളികാ വിവരമാർഗഗോ മാർഗയൻ പ്രയസ്യ ശതവത്സരം കിമപി നൈവ സംദൃഷ്ടവാൻ നിവൃത്യ കമലോദരേ സുഖനിഷണ്ണ് ഏകാഗ്രധീഃ സമാധിബലമാദദേ ഭവദനുഗ്രഹൈകാഗ്രഹീഃ. ശ്രീഹരേ നമഃ ശ്രീഹരേ നമഃ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ.